ഇന്നൊരു പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു കപ്പ് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പൈനാപ്പിളും കോൺഫ്ലവറിൻ്റെ മിക്സും ഒരു കപ്പ് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇത് കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഒന്ന് കുറുകി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ കുറുക്കി മിക്സാക്കി എടുക്കാം. കുറച്ചും കൂടെ കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ലപോലെ കുറുക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ചൂടാറി സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതുകൊണ്ട് എവിടെയും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് ഞാനൊരു ബൗളിൽ ചുമ്മാ ഒന്ന് സെറ്റാക്കി നോക്കിയതാട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, ബൈ ബൈ.